സംസ്ഥാന കോൺഗ്രസിലെ തർക്കത്തിൽ ഇടപെട്ട് ഹൈക്കമാൻഡ്. വാർത്തകൾ ചോർത്തി നൽകുന്നത് ആരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് നിർദ്ദേശം നൽകിയത്. സലീം മാലിക്കുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഇപ്പോൾ സലീം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസം ഓൺലൈനായി ചേർന്ന KPCC യോഗത്തിലെ വിവരങ്ങൾ പുറത്തുപോയതിൽ പ്രതിപക്ഷ നേതാവ് വലിയ അതൃപ്തിയിലായിരുന്നു. KPCCയുടെയും DCCയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കില്ല എന്നൊരു നിലപാടായിരുന്നു പ്രതിപക്ഷ നേതാവിന്. അതല്ല, ആ നിസ്സഹകരണം അവസാനിപ്പിക്കണമെങ്കിൽ വാർത്തകൾ ചോർത്തി നൽകുന്നത് ആരാണെന്ന് കണ്ടെത്തണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ച ഡിമാൻഡ്. ആ ഡിമാൻഡ് ഹൈക്കമാൻഡ് തന്നെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിക്കുള്ളിൽ അനാവശ്യ പ്രവണതയാണ് നിലനിൽക്കുന്നത്. ഇല്ലാത്ത കാര്യങ്ങളും പാർട്ടിയിലെ രഹസ്യങ്ങളും മാധ്യമങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. മാത്രമല്ല, ചില കാര്യങ്ങൾ മാധ്യമങ്ങളിൽ പൊടിപ്പും തോങ്ങലും ചേർത്താണ് അവതരിപ്പിക്കുന്നത്. ഇത് പാർട്ടിയുടെ തന്നെ അച്ചടക്കത്തെ നശിപ്പിക്കുന്ന രീതിയാണ്. ഇത് വെച്ചുപുറപ്പിക്കാനാവില്ല എന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെ വാർത്തകൾ ചോർത്തി നൽകുന്നത് ആരാണെന്ന് എത്രയും വേഗത്തിൽ കണ്ടെത്തണം. അവർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ നടപടി ഉറപ്പായി ഉണ്ടാകുമെന്നും ഹൈക്കമാൻഡ് നിരീക്ഷിക്കുന്നു. അതിന്റെ ഭാഗമായി കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എത്രയും വേഗത്തിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഈ വയനാട്ടിൽ നടന്ന ക്യാമ്പുമായി ബന്ധപ്പെട്ട് അതിന് തൊട്ടു പിന്നാലെ വന്ന പ്രതികരണങ്ങൾ, പരസ്യ നിലപാട് പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. അതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ അല്ലേ ഈ നടപടി? ഉറപ്പായും, പ്രത്യേകിച്ചും ഈ ക്യാമ്പിൽ ഈ ചിന്തൻ ശിബിരിന് ശേഷം ചേർന്ന DCCയുടെയും KPCCയുടെയും ഒക്കെ യോഗത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു വലിയ വിമർശനമുണ്ടായിരുന്നു. ഒരു വിഭാഗം ആ വിമർശനം നടത്തുകയും അതിനുശേഷം അത് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ പരാതി. അതേസമയം പ്രതിപക്ഷ നേതാവിനെ എതിർക്കുന്ന KPCCയുടെ സെക്രട്ടറിമാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും പരാതി പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളും അനാവശ്യ കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ടവരുമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഈ മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ആര് എന്നൊരു ചോദ്യം, അതിനുള്ള മറുപടി എന്ന നിലയിൽ ഉൾപ്പെടെ വലിയ വിവാദങ്ങൾ KPCCയിൽ നടന്നിരുന്നു. പ്രത്യേകിച്ചും KPCCയെ ഒരു സൂപ്പർ KPCC ആയി മാറാനാണ് പ്രതിപക്ഷ നേതാവിന്റെ ശ്രമം. അത് KPCCക്ക് മുകളിലേക്ക് വളരാനുള്ള ശ്രമമാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. അതിന് മാധ്യമങ്ങളെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കുന്നവരുടെ പക്ഷം. അതേസമയം പ്രതിപക്ഷ നേതാവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളും പറയുന്നത് മറ്റുള്ളവരാണ് ഈ വാർത്തകൾ ചോർത്തി നൽകുന്നത്. അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ അറിയിക്കാതെ നടന്ന KPCC യോഗത്തിലെ വിവരങ്ങൾ എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുകയും ചെയ്തത്. എന്തായാലും ആ തർക്കം അതിപ്പോൾ ഹൈക്കമാൻഡിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നു. അവർ നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം. ശരി, സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.